ഗുണ്ടൽപേട്ട ടൗൺ എത്തിട്ടോ സുന്ദരിയെ. ഇതാണ് ഗുണ്ടൽപേട്ട അങ്ങാടി. ഈ ജംഗ്ഷന്ന് നമുക്ക് വലത്തേക്ക് തിരിഞ്ഞു പോകണം കേട്ടോ. ഗുണ്ടൽപേട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലാട്ടോ. ആ ലോറി നിൽക്കാടെ അതെ, ആ മഞ്ഞ മതില് ഗുണ്ടൽപേട്ട. കുറച്ചുകൂടി ഇങ്ങനെ ഇനി ഉണ്ടാകാതെ അല്ലേ? അല്ല അങ്ങനെ ഇതാണ് ഗുണ്ടൽപേട്ട ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ആ മഞ്ഞ മതില് കണ്ടല്ലോ. ഇപ്പം സായിസിന് അന്ന് കൊടുത്താൽ കൊടുത്തു. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ പോകാനുള്ളത് ഇടത്തേക്കാണ് കേട്ടോ. ഇടത്തേക്ക് ഇങ്ങനെ പോയാല് ഞമ്മക്ക് ബന്ദിപ്പൂര് എത്തും. ബന്ദിപ്പൂര് നായിക്കട വണ്ടിയായി. ഇതിലിങ്ങനെ പോയിക്കണ്ടേ നമുക്ക് തിരിയാൻ പറ്റൂലേ? പോലീസുകാര് കച്ചറാക്കൊന്നി. അതിന് ഇവിടെ അനങ്ങിയ പോലീസാണ്. പോലീസും കച്ചറ, പോലീസും കച്ചറ. ഇവിടെ ഒന്നും ട്രാഫിക് ഇല്ല. അപ്പൊ അങ്ങനെ നമ്മളെ ഗൂഡല്ലൂർ റോഡ് നമുക്ക് തിരിഞ്ഞു കേട്ടോ സുന്ദരിയ. ഇതാണ് ഗുണ്ടൽപേട്ട അങ്ങാടി. ഗുണ്ടൽപേട്ട കഴിഞ്ഞു. ഇനി അവിടെ പോലീസ് സ്റ്റേഷനൊക്കെ കുറച്ച് അപ്പുറത്തേക്കാണ്. അങ്ങോട്ട് നമ്മള് പോണില്ല. ഇല്ല, ഇനി നമ്മളിതിലങ്ങനെ പോവാണ്. ആടുകളെ കണ്ട ഈ ആട്ടുംകൂട്ടം. ഒരു താത്ത ആടിനെ മേയിച്ചുകൊണ്ട് നടക്കാണ്. ഇവിടുന്നൊക്കെ ശ്രദ്ധ മാറിയാലേ നമ്മളും കൊണ്ടുപോകും വണ്ടികള്. അത്ര സ്പീഡിലാ വരും. അവിടെ കുറച്ചിവിടെ ഉണ്ടാവും. ഈ ഭാഗത്ത് എവിടെയൊക്കെ ഉണ്ടാവും. എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മക്കപ്പോ ഗുണ്ടൽപേട്ട കഴിഞ്ഞ് നമ്മളിങ്ങനെ പോന്ന് ഇനി അടുത്തത് ബന്ദിപ്പൂരാണ് നമ്മളെ ടൗണ്. ഗുണ്ടൽപേട്ട മുനിസിപ്പാലിറ്റിനെ നമ്മൾ വിട പറഞ്ഞു. ഇനി ബന്ദിപ്പൂര് ഊട്ടിയാണ് നെക്സ്റ്റ്. എല്ലാ ഭാഗത്തുകൂടിയും പോകും. ഇത് കർണാടകയാണ്, മഞ്ചേരി അല്ലത്. എല്ലാ ഭാഗത്തുകൂടിയും പോകും. ഇവിടൊക്കെ സ്ഥലം വിൽപ്പനൊക്കെ ഉണ്ട്. 5 സെന്റ് 10 സെന്റ് 2 സെന്റ് എന്നാണ്. അതാണ് കുറ്റി അടിച്ചത്. ഇവിടുന്ന് മുമ്പൊക്കെ അല്ല നോക്കാല് വണ്ടിക്കാര് നമ്മളെയും കൊണ്ടുപോകും. അതാണ് സ്ഥലം. ഇവിടെ സ്ഥലം വാങ്ങണ ചെറിയ പൈസ. ആൾക്കാരും ഉണ്ട് ഇവിടെ ഇഷ്ടമായി. നമ്മള് ഗഫൂറൊക്കെ ഇവിടെ കച്ചവടം. വെട്ടിക്കേക്കൊക്കെ അങ്ങനെ നമ്മള് നല്ല ഒരു കാട്ടിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി മൈസൂർ കാട്ടിലാണ് നമ്മളെ പ്രതീക്ഷകൾ മുഴുവൻ. ആനനെ പൂച്ചനൊക്കെ കാണുന്നത് അവിടെ ആയിരിക്കും. ഇവിടെ എന്താണത്? വെയിറ്റിംഗ് സെറ്റ് ആണ് കേട്ടോ. ബസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചൂടുകൊണ്ട് പന്തലൊക്കെ ഇട്ടു. അതിൻ്റെ ഉള്ളിൽ തന്നെ തേങ്ങ നിൽക്കുന്നുണ്ടോ? ഇവിടെ ഒന്നും നമ്മളെ സൂര്യകാന്തി ഉണ്ടാക്കിയിട്ടില്ല. ഇവർക്ക് ഇവിടെയൊക്കെ ഒരു 10 സെന്റില് സൂര്യകാന്തി ഉണ്ടാക്കിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം ഉണ്ടായി. സൂര്യകാന്തി ഒക്കെ ഉണങ്ങി വെക്കണം. നല്ലൊരു മഴ വരാൻ പോകും. നാട്ടിലെത്തിയിട്ട് പെയ്താല് ഉഷാറായി. പെയ്യോ? ഇതെന്താ ഗവൺമെന്റ് ഓഫീസാ? ആണോ? ഗവൺമെന്റ് ഓഫീസുകളാണോ? ഇവിടൊക്കെ വെള്ളം കുടിക്കണമെങ്കിൽ ഇവിടെ നിർത്തിയാൽ പെട്രോൾ പമ്പാണ്. സൗദിയിലായിരിക്കും അല്ലേ? ഗൾഫത്തെ വൈരിയാണ് പെട്രോൾ പമ്പ്. ഒരു ഭാഗത്ത് കൂടെ കയറി ഒരു ഭാഗത്ത് കൂടെ ആണ്. BM ആണ്. BMW ആണ്. ഈ ആല് കണ്ടോ? എന്താ രസം.
അതാണ് ഇവിടുത്തെ ആലിന്റെ പ്രത്യേകത. സുന്ദരി എന്താ ഒന്നും ഉണ്ടാത്ത കടക്കേ എത്താ കുട്ടിയെ ടൂറ് പോകുന്നുണ്ട് കടന്നിറങ്ങിയാൽ എങ്ങനെയാ നടക്കുക? ഇതൊക്കെ കാണണ്ടേ? ആ ഇവിടെ ടെമ്പിൾ ഉണ്ട്, പക്ഷെ കൊറേ ഉള്ളിലാണ്. വണ്ടിയാണ് പോണെങ്കിൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മള് പോയിട്ടുണ്ടാവും. പിന്നെ നേരമില്ല, നേരം കഴിഞ്ഞിക്കണ്. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്തി നമ്മൾ ചായ പോകാം. എന്നായിക്കോട്ടെ, നല്ലൊരു ചായ ഒക്കെ കുടിക്കാം അവിടെ, അല്ലേ? ഒരു ചായ അടിച്ചിട്ട് അങ്ങനെ പോവാം. ഓക്കെ, എന്നായിക്കോട്ടെ. അടുത്തൊരു വീഡിയോ സെറ്റാക്കാം. ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അവിടെ ചായ ഇല്ല ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ്. ഓക്കെ.